ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അജിതിന് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നേ 1-ാം തീയതി ചിങ്ങ 1-ല്ലയോ, അതുകൊണ്ട് ഞാനിവിടെ കട്ടളയുടെ അടുത്ത് കെട്ടിത്തൂക്കാനായിട്ട് ചെയ്തതാ. ഇവിടെയൊക്കെ ചാണകമെല്ലാം വെളിയിലൊക്കെ ചാണകം വലിച്ചിട്ടേ ഇതുപോലെ കെട്ടിത്തൂക്കും ഈ കട്ടളയുടെ അടുത്തൊക്കെ. അപ്പോൾ ഇന്ന് ചെയ്തതാ, അതിന് കെട്ടിത്തൂക്കണം കട്ടളയുടെ അടുത്ത് മാല പോലെ. അപ്പോൾ ഇന്ന് ചിങ്ങം 1, പൊന്നിൻ ചിങ്ങമാസം, പുലരി വിടർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് കർഷക ദിനം കൂടാണിന്ന്. പിന്നെ ശബരിമലയിൽ നിന്ന് മേൽശാന്തി തിരഞ്ഞെടുക്കുന്നതും കൂടാണെന്ന്. അപ്പോൾ ഈ പുതിയ ചിങ്ങമാസത്തിൽ എല്ലാവർക്കും സമാധാനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ചേച്ചി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പുതുവത്സര ആശംസകൾ ഞാൻ നിങ്ങൾക്ക് നേരുകയാണ്. എല്ലാവരും ഈ ചിങ്ങം 1 തൊട്ട് ഇനി അങ്ങോട്ട് യാതൊരു വഴക്കോ ഒന്നും ഉണ്ടാവാതെ നമ്മുടെ നാട് പഴയകാല ഓർമ്മകളിലേക്ക് പോകട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. പണ്ടുള്ള കാലത്തൊക്കെ ഇതുപോലെ അടിയോ ബഹളമോ ഒന്നുമില്ലായിരുന്നു. അന്നൊക്കെ ഈ ചിങ്ങമൊക്കെ പുലരി വിടരുമ്പോൾ നമ്മൾ എല്ലാവരും എന്തോ ഒരു സന്തോഷത്തിലാണ്. അതുപോലെയാണ് അത്തം പറക്കുമ്പോഴെല്ലാം നമ്മൾ പറമ്പിലെല്ലാം പോയി പൂവെല്ലാം പറിച്ചിട്ട് വന്ന് നമ്മൾ അത്തയിടുകയും, അന്നൊക്കെ വീടുകളിൻ്റെ അടുത്തടുത്തുള്ള വീടുകളിലൊക്കെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീടുകളിലെല്ലാം അത് കൊണ്ടുവരുമായിരുന്നു. അന്നുള്ള ആൾക്കാർക്കൊന്നും ഇതുപോലെയുള്ള കുശുമ്പും കുന്നായ്മയൊന്നും ഇല്ലായിരുന്നു. ഒരു വീട്ടിൽ എന്ത് വെച്ച് കഴിഞ്ഞാൽ അത് അടുത്ത വീട്ടിൽ അത് കൊണ്ടു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു സമ്പ്രദായമായിരുന്നു പണ്ടൊക്കെ. നമ്മുടെ വീടാന്തോറും നടന്ന് കലങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുന്നവരും ഭരണികൾ കൊണ്ട് വിൽക്കുന്നവരും വളകൾ കൊണ്ട് വിൽക്കുന്നവരും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ എല്ലാം ഇപ്പോൾ ഈ പണ്ട് കാലത്ത് ഒന്നുമേ ഇപ്പോൾ ഇല്ല. അതെല്ലാം തിരിച്ചു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ പോയിട്ട് വരാം. എല്ലാവരും ചിങ്ങമാസത്തോട്ട് അങ്ങോട്ടങ്ങോട്ട് അടിച്ചു പൊളിക്ക്. ഓണമെല്ലാം അടിച്ചു പൊളിക്കണം കേട്ടോ.